ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബൊഗ്വേ ചാനൽ. വിഘ്നേഷ് രാജ സംവിധാനം ചെയ്ത് പ്രധാന വേഷത്തിലായി ധനുഷ് എത്തുന്ന പുതിയ ചിത്രത്തിന്റെ ടൈറ്റിൽ ടീസർ റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് പേര്, മറ്റു ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് നോക്കാം. വിഘ്നേഷ് രാജ പോർത്തൊഴിൽ ഡയറക്ടറാണ്. നിങ്ങൾക്കറിയാം, അശോക് സെൽവൻ, ശരത് കുമാർ, നിഖില വിമൽ എന്നൊരു പ്രധാന വേഷത്തിലായി അഭിനയിച്ച തമിഴ് സൈക്ക് ത്രില്ലർ. അതായത് ആ സിനിമ ആ സമയങ്ങളിൽ നല്ലൊരു ട്രെൻഡിങ്ങും ഉണ്ടായിരുന്നു, ഹിറ്റും ആയിരുന്നു. എല്ലാവർക്കും നല്ലൊരു ആശംസകളും പ്രശംസകളും കിട്ടിയ ഒരു സിനിമ കൂടെയായിരുന്നു പോർത്തൊഴിൽ. അപ്പോൾ ധനുഷിനി പോർത്തൊഴിൽ ഡയറക്ടർ വിഘ്നേഷ് രാജ എന്താണ് വച്ചേക്കുന്നതെന്ന് നമുക്ക് നോക്കാം. പണ്ണലുണ്ടാവുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. വേൾഡ് ഫിലിം ഇന്റർനാഷണൽ ഡോക്ടർ ഇഷാരി ഗണേഷ്. ധനുഷ് ഡയറക്ടർ പോർത്തൊഴിൽ. ധനുഷ് 54 ആണ് കേട്ടോ പടം. എനിക്ക് കണ്ടിട്ടൊരു കർണൻ വൈബ് അടിക്കുന്നുണ്ട്. ആ കർണൻ, ആ ഒരു ലുക്ക് ഏതാണ്ട് ഒരു കർണനാണ്. എന്നാലും കർണനിൽ കുറച്ചുകൂടെ ഒരു വെയിറ്റ് തോന്നുന്ന പോലെ തോന്നുന്നു. ഇതിൽ കുറച്ച് ക്ഷീണിച്ചിരിക്കുന്ന പോലെ തോന്നുന്നു. ഒരു കർണ വൈബാണ് അടിക്കുന്നത്. ആ ഒരു എന്ന് വെച്ചാൽ ഒരു റൂറൽ മാസ് ആ സാധനം. വിതച്ചത് ജീവപ്രകാശ அறுவடை பண்ற நேரம் வந்துருச்சு. ஆனா அதுக்கு முன்னாடி என் மேல படிஞ்ச கரையை துடைக்கணும். என்ன நம்பி இருக்கிறவங்களை கரை சேர்க்கணும். ടൈറ്റിൽ ടീസർ കണ്ടിട്ട് ഒരു പ്രൊട്ടസ്റ്റ് പടം തന്നെ ആയിരിക്കും, പോരാടുന്ന പടം തന്നെ ആയിരിക്കും, റൂറൽ ടൈപ്പ്. ഞാൻ പറഞ്ഞില്ല, കർണൻ ടൈപ്പ് പടം തന്നെ ആയിരിക്കും. പക്ഷെ ധനുഷിന് ഇതുപോലത്തെ ക്യാരക്ടേഴ്സ് ഒക്കെ വരുമ്പോൾ ധനുഷിന് ഒരു വേറെ ലെവൽ ഓറ വരും എപ്പോഴും. ആ ഒരു മാസ് ഒക്കെ ധനുഷിന് അത് ചേരും. അതെനിക്ക് ഈ പടത്തിൽ ആ ലുക്ക് വൈസ് ഒക്കെ നോക്കുമ്പോൾ അത് ലാസ്റ്റ് ഒരു തീ വരാൻ ചാൻസ് ഉണ്ട്. என் பேரு கரசாமி. மியூசிக் என்ன கரன்னு கூப்பிடுவாங்க. ഇതും പാൻ ഇന്ത്യൻ ആയിട്ടാണ് വരുന്നത് കേട്ടോ. സമ്മർ 2026 സിനിമ വരുന്നത്. എല്ലാം വെക്കേഷൻ ടൈമിലാണ്. ആൻഡ് വേൾഡ് ഫിലിം ഇന്റർനാഷണലിന്റെ ബാനറിൽ ഇഷാരി കെ ഗണേശാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ സിനിമ വിഘ്നേഷ് രാജയാണ് സംവിധാനം ചെയ്യുന്നത്. GB പ്രകാശിന്റെ മ്യൂസിക്കലാണ്. അപ്പോൾ ഇതിൽ ധനുഷും മമിത ബൈജു ഒക്കെ വരുന്നുണ്ട്. മമിത ബൈജു ഇപ്പോൾ ഒരു നല്ലൊരു വിസിബിൾ ആണ്. കുറേ റോൾസും കുറേ നല്ല സിനിമകളും കാര്യങ്ങളൊക്കെ വരുന്നു. ആൻഡ് ഇതിൽ മ്യൂസിക്, അതായത് ധനുഷും GB പ്രകാശും വരുമ്പോൾ അതൊരു ഡെഡ്ലി കോംബോ ആണ്. അതായത് ഈ തളപതി, അനിരുദ്ധ് അങ്ങനെയൊക്കെ പോലെ ഒരു ഡെഡ്ലി കോംബോ ആണ്. അതായത് അത്രയ്ക്ക് നല്ലൊരു റോ ആയിട്ടുള്ള ഒരു മാസ് ഗൂസ് ബംസ് ആയിട്ടുള്ള മ്യൂസിക്കുകളൊക്കെ ധനുഷും GBയും വരുമ്പോൾ ഉള്ള ഒരു പടത്തിലൊക്കെ വരാറുണ്ട്. അത് തന്നെയാണ് ഈ ഒരു ടീസറിൽ ഞാൻ കണ്ടത്. ധനുഷിനെ കാണിക്കുമ്പോൾ അങ്ങനത്തെ ആ ഒരു ഗൂസ് ബംസ് സെറ്റിങ്സും കാര്യങ്ങളും. GB പ്രകാശിന്റെ സെറ്റിങ്സ്, മ്യൂസിക് സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു. ആൻഡ് വിഘ്നേഷ് രാജ ഹോപ്പ്ഫുള്ളി ഒരു നല്ലൊരു ഡയറക്ടറാണ്. ഒരു നല്ല സിനിമ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഇതൊരു, ഞാൻ പറഞ്ഞില്ലേ, ഒരു നാട്ടിൻപുറത്തെ പടം തന്നെ ആയിരിക്കും, പോരാട്ട പടം തന്നെ ആയിരിക്കും. പക്ഷെ അതിൽ ധനുഷിൻ്റെ ആ ഒരു ഉയർത്തെഴുന്നേൽപ്പും മാസ് ഡയലോഗ് ഡെലിവറി, ആ മാനറിസം, ആ ഒരു ഓറ ഒക്കെ കാണുമ്പോൾ തന്നെ ഗൂസ് ബംസ് കൺഫേം ആയിട്ടായിരിക്കും. നിങ്ങൾ കർണൻ സിനിമ അല്ലെങ്കിൽ അസുരൻ, നിങ്ങൾ ആ ധനുഷിൻ്റെ ആ ഒരു സ്കെൽറ്റി തിന്ന്, നമ്മളെല്ലാവരും പറയുന്നില്ല, ആ തിന്ന് ശരീരം വെച്ച് എന്തുമാത്രം മാസാണ് ധനുഷ് കാണിക്കുന്നതെന്ന് പറയൂലേ, അതുപോലെ തന്നെയാണ് ധനുഷ് ഇതിലും കാണിച്ചിരിക്കുന്നത്. എനിക്ക് ടൈറ്റിൽ ടീസർ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. BGM കൊള്ളാം. പിന്നെ ആ തുടക്കത്തിൽ ആ ധനുഷിനെ ഇൻട്രോ ആയിട്ട് കാണിക്കുന്ന ആ സീൻ കൊള്ളാം. എനിക്കൊന്ന് രാത്രി ആരോ സെർച്ച് ചെയ്തൊക്കെ വരുമ്പോൾ ധനുഷ് രക്ഷപ്പെട്ടു പോകുന്ന ഒരു സീൻ പോലെയാണ് തോന്നിയത്. പിന്നെ മ്യൂസിക് കൊള്ളാം. അപ്പോൾ സമ്മറിലാണ് വരുന്നത്. എല്ലാം മിക്കവാറും എനിക്ക് തോന്നുന്നു മലയാളത്തിലും തമിഴിലുമായിട്ട് സമ്മർ ടൈമിൽ ഒരുപാട് സിനിമകളുണ്ട്. ഈ വർഷം ഒരുപാട് ബിഗ് ബഡ്ജറ്റും ഉണ്ട്, സ്മോൾ ബഡ്ജറ്റും ഉണ്ട്, എല്ലാ പടങ്ങളും ഉണ്ട്. അപ്പോൾ ഇത് കര എന്നാണ് സിനിമയുടെ പേര്. ദ നെയിം ഈസ് ഖര എന്നാണ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ആ ഒരു ടൈറ്റിൽ ടീസർ വന്നിരിക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ ടൈറ്റിൽ ടീസർ കൊള്ളാം.
ധനുഷിന് ഒരു തിരിച്ചുവരവായിട്ട്. കഴിഞ്ഞ വർഷം ധനുഷിന് 3 ചിത്രങ്ങൾ 3 ഇൻഡസ്ട്രിയിലായിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് തെലുങ്കിൽ കുബേര, അത് അവിടെ കുറച്ച് നല്ലൊരു റിവ്യൂസ് ഉണ്ട്, ബട്ട് ടോട്ടലി ഒരു ഡിസപ്പോയിന്റഡ് റിവ്യൂസ് ആണ് വന്നിട്ടുള്ളത്. പിന്നെ ഇഡ്ലിക്കട, തമിഴ് കോളിവുഡിലായിട്ട് ഇഡ്ലിക്കട ഉണ്ടായിരുന്നു. ഇഡ്ലിക്കടയിൽ അവിടെയും കുറച്ച് നല്ല റിവ്യൂസ് ഉണ്ടെങ്കിലും ടോട്ടലി ഡിസപ്പോയിന്റഡ് ആയിരുന്നു. പിന്നെ തേരേഷ്കു മെയിനും ഹിന്ദിയിൽ കുറച്ച് നല്ല റിവ്യൂസ് ഉണ്ടെങ്കിലും ടോട്ടലി ഡിസപ്പോയിന്റഡ് ആയിരുന്നു. അപ്പോൾ 3 ഭാഷകളിലായിട്ട് 3 സിനിമകൾ ഇറക്കി. ടോട്ടലി ഡിസപ്പോയിന്റഡ് റിവ്യൂസ് തന്നെയാണ് 3 സിനിമകൾക്കും വന്നത്. ബട്ട് ഈ സിനിമയ്ക്ക് നല്ല റിപ്പോർട്ട് വരുമെന്ന് തോന്നുന്നു, കാരണം കണ്ടിട്ട് കൊള്ളാം. അപ്പോൾ നല്ല റിപ്പോർട്ട് തന്നെ വരട്ടെ, നല്ലൊരു ആക്ഷൻ, ഒരു റോ പടം തന്നെ വരട്ടെ. ധനുഷിനെ ആ ഒരു കർണൻ വൈബിലേക്ക് കാണാൻ വേണ്ടി ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ധനുഷിനെ നന്നായിട്ട് ചേരും. ധനുഷിന് ആ മാസും ആ ഒരു ആറ്റിറ്റ്യൂഡും ആ ഒരു നിങ്ങൾ പൊല്ലാതെ സിനിമയൊക്കെ കണ്ട ധനുഷിനെയൊക്കെ സത്യം, ധനുഷ് ആ ഒരു ഒല്ലിയായിട്ട് ഇരുന്നിട്ട് എന്തൊക്കെ കാണിച്ചു കിട്ടുമെന്ന് പറയാം. ധനുഷ് ആ മാസ് അത് നമുക്ക് ഫീൽ ചെയ്യും, ആ ഒരു ഓറ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് ഇത് കണ്ടപ്പോഴും ആ ഒരു കർണൻ വൈബടിച്ച് ആ ഡ്രസ്സ് ആ സ്ഥലങ്ങളൊക്കെ ഒരു കർണൻ മെറ്റീരിയൽ ആയിട്ടാണ് എനിക്ക് തോന്നിയത് മൊത്തത്തിൽ. അപ്പോൾ ഒരു നല്ലൊരു സിനിമ തന്നെ വരട്ടെ. തീർച്ചയായിട്ടും ടൈറ്റിൽ ടീസർ നന്നായിട്ടുണ്ട്. പോലീസ്, തോക്ക്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. മറ്റേ വെടി പട്ടാസ് ഇല്ലാതെ മൊത്തത്തിലൊരു നല്ലൊരു ടീസർ തന്നെയാണ്. കണ്ടുനോക്കാം എങ്ങനെയാണ് സിനിമ വരുന്നതെന്ന്. മിക്കവാറും ഒരു നല്ലൊരു പടം വരുമെന്ന് തോന്നുന്നു. വിഘ്നേഷ് രാജ സൂപ്പറായിട്ട് സെഞ്ചുകോട്